സുഹൃത്തുക്കളെ, ഇവിടെ ഖത്തറിൽ വന്നപ്പോൾ വളരെ ഹാപ്പിയുള്ള ഒരു മൊമെൻ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ തൊട്ട അയൽവാസി മാത്രമല്ല, ഒരുമിച്ച് പഠിച്ച ഒരു ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ ഇവിടെ അത്യാവശ്യം നല്ല സംഭവങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. 4 ദിവസമായി ഇങ്ങോട്ട് എത്തണം. ഞങ്ങൾ പല പ്രാവശ്യം മീറ്റ് ചെയ്യും. ഓഫീസ് ആദ്യമായിട്ടാണ് കാണുന്നത്. എൻ്റെ അയൽവാസിയാണ്, നാട്ടുകാരനാണ്. എന്താ പറയാന്നറിയില്ല. സന്തോഷം. ഷംസുദ്ദീൻ, എന്തൊക്കെയുണ്ട്? അതല്ലേ. അപ്പോൾ പിന്നെ ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനം ഞാൻ പരിചയപ്പെടുത്തട്ടോ. ചിലപ്പോൾ ഒരു പക്ഷേ ഖത്തറിലുള്ള എൻ്റെ പ്രവാസി സുഹൃത്തുക്കൾക്ക് ഉപകരിച്ചേക്കാം. അതുകൊണ്ടാണ് ഇങ്ങനെ ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തൽ മാത്രമല്ല, കുറച്ച് ഇൻഫർമേഷൻസ്, ഇവർ കമ്പനി ഫോർമേഷൻ, വേറെ എന്തൊക്കെയോ ഒരുപാട് സംവിധാനം ഉണ്ട് കേട്ടോ. അന്ന് ഇവരോടും ചോദിക്കുക. ഇവരെ കുറച്ച് സ്റ്റാഫും കാര്യങ്ങളും ഞാൻ പരിചയപ്പെടുത്താണ്. വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കോളൂ. വീഡിയോ ഷെയർ ചെയ്തോളൂ. ലൊക്കേഷൻ ഒന്ന് പറയാം. ഈ ലൊക്കേഷൻ മ്യൂസിയം, ഓൾഡ് മ്യൂസിയത്തിന്റെ ബാക്ക് സൈഡ് ആയിട്ട് വരും. നിങ്ങളെ സ്ഥാപനത്തിന്റെ മറ്റേ സൈഡാണല്ലോ. എനിക്കതല്ല അറിയേണ്ടത്. നമ്മുടെ പ്രേക്ഷകർക്ക് അതിന്റെ അടുത്തേക്ക് പോകുന്നതിന് മുന്നേ എന്തൊക്കെ സേവനങ്ങളാണ് നിങ്ങൾ ഷംസ് കൊടുക്കുന്നത്? നമ്മൾ ഷാംകോ ബിസിനസ് സർവീസസ് ആണ് നമ്മുടെ മെയിൻ സംഭവം. ഇവിടെ ഖത്തറിലെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി, ഒരാൾ ഖത്തറിലോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണം. അടിപൊളി. അപ്പൊ അതാണ് നമ്മൾ പ്ലാനിങ്. ഓക്കെ, 100% അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. 100% ഓണർഷിപ്പ് അതുകൊണ്ട് നമ്മൾ പ്ലാനിങ് വിത്ത് ഖത്തറി അതും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇവന്താ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാട്ടാ. നിങ്ങൾ ഫോട്ടോ നോക്കണ്ട. ഷംസുവിന്റെ ഒരു മകനാണ്. രണ്ടാളുണ്ട്, 2 മക്കള് അടുത്തും വലുത്തുണ്ട് കേട്ടോ. ഞങ്ങൾ അയൽവാസികള്. ഷംസുവിന് 2 മക്കളുണ്ട്. അൽഹംദുലില്ലാ. പേര് കൊടുക്കണം. മുഹമ്മദ് ഷംസീർ, ഇഷാമുദ്ദീനെ. വാപ്പാനെ സഹായിക്കുന്നുണ്ട്. അപ്പം പറയട്ടെ, ഏത് ഡിപ്പാർട്ട്മെന്റ് അവിടെ? ഞാന് കസ്റ്റമർ ഡീലിംഗ്, പിന്നെ ബിൽഡിങ്ങിന്റെ എല്ലാ കാര്യങ്ങളും. അടിപൊളി. ഇവന് നല്ല ക്രിക്കറ്റ് പ്ലെയർ ആണ്. പിന്നെ ശരിക്കും ബിസിനസ് ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് പിന്നെ സ്റ്റേറ്റ് ലെവലില് ടീമിൽ പോകേണ്ട ആളാണ്. പേര് പറഞ്ഞു കൊടുക്ക്. എന്റെ പേര് ഇഷാമുദ്ദീൻ. ഇഷാം എന്താണ് ഇവിടെ ചെയ്യുന്നത്? എന്താ ഇവിടെ ചെയ്യുന്നത്? ഞാനിവിടെ നമ്മളെ വില്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമുക്ക് 2 സെക്ഷൻ ഉണ്ട്. റെന്റൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, കൊമേഴ്ഷ്യലും ഉണ്ട്, രണ്ടും ഉണ്ട്. വില്ലയുടെ പ്രോപ്പർട്ടി മാനേജ്മെന്റ് എല്ലാം അവരുടെ. അടിപൊളി. അത് എനിക്ക് ഏറ്റവും ഇഷ്ടമായി നിങ്ങൾ രണ്ടാളും കണ്ടപ്പോഴാണ്. ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ് കേട്ടോ. അടിപൊളി. എന്റെ മോന്റെ ഫ്രണ്ട്സും കേട്ടോ. അങ്ങനെയും കൂടെ കൂടെ ക്യാമറമാന്റെ മോനാണ്. മോനെ കാണിച്ചു. ഷംസോ, അപ്പൊ ഞാൻ ഖത്തറിൽ ആദ്യമായിട്ട് വരുന്നു. എനിക്ക് ഇവിടെ കുറച്ച് ബിസിനസ് സംവിധാനം തുടങ്ങും. അപ്പൊ നിങ്ങളുടെ ഷാംക്ക് എന്താ ചെയ്തുതരാം? അപ്പൊ നമ്മളെ സർവീസ്, ബിസിനസ് സർവീസ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഒരാൾ വന്നു, അവർക്ക് പാസ്പോർട്ടിലായിരിക്കും. പാസ്പോർട്ട് അവർക്ക് കമ്പനി സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ പാസ്പോർട്ടിലാണെങ്കിൽ അവർക്ക് അങ്ങനെയും സ്റ്റാർട്ട് ചെയ്യാം. വിത്ത് ഐഡി ഉണ്ടെങ്കിൽ അതും ചെയ്യാം. 2 പോസിബിൾ ഉണ്ട്. അപ്പൊ ഖത്തറിൽ ഐഡി ഇല്ലാത്ത ആളാണ് പാസ്പോർട്ടിൽ വന്നാൽ അയാൾക്ക് പുതിയതായിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാം. ട്രേഡിങ്ങോ എന്തോ ആവാം. അപ്പൊ നമ്മൾ ചെയ്യുന്ന ആദ്യം അവർക്ക് പോലീസ് ക്ലിയറൻസ് വേണം. അവർക്ക് ഇന്ത്യയിൽ നിന്ന് ഒരു പോലീസ്, അവർ ഇന്ത്യൻ വ്യക്തിയാണെങ്കിൽ ഇല്ല ഏത് നാട്ടിലാണ് അവരുടെ നാട്ടിലെ പോലീസ് ക്ലിയറൻസ് വേണം. ഓക്കെ, അത് പാസ്പോർട്ടിലെ ഒരു വ്യക്തിയാണെങ്കിൽ. അപ്പൊ നമ്മളത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം അവരത് ക്ലിയറൻസ് വന്നു കഴിഞ്ഞാൽ ഒരു കമ്പനി സ്റ്റാർട്ടപ്പിനുള്ള പരിപാടികൾ ചെയ്യും. അപ്പൊ അതിൽ A to Z നമ്മളിപ്പോ അവർക്ക് എന്തൊക്കെ വേണ്ട, വിസ പ്രോസസ് ആൻഡ് ബാങ്ക് പ്രോസസ്സ് വരെ നമ്മൾ ചെയ്തു കൊടുക്കും. ഇപ്പൊ 9 days ആണ്, 1 year വരെ കോൺട്രാക്ട് ഉണ്ടാവും ഈ പീരീഡ്. അതിനകത്ത് ഓഫീസ് റെന്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ കമ്പനി ഫോർമേഷന്റെ എല്ലാ മേഖലകളും. ഇപ്പൊ കമ്പനി സ്റ്റാർട്ടായി അവർക്ക് വിസ പ്രോസസ് പ്ലസ് ബാങ്ക് പ്രോസസ് വരെ നമ്മൾ ഹെൽപ്പ് ചെയ്യും. അതാണ് അടിപൊളി. ഫാമിലി ഒക്കെ ഇവിടെ തന്നെ എല്ലാവരും ഉണ്ട്. അൽഹംദുലില്ലാ. അടിപൊളി. ഞങ്ങൾ പഴയ ക്രിക്കറ്റ് കളിക്കാരും കൂടെ. സന്തോഷം. ഇതൊക്കെ ഇപ്പൊ എന്ത് ഓഫർ ഉണ്ട്? എന്താ ഇവിടെ എന്താണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഇവിടെ എന്താ സേവനം? ബിസിനസ് സെറ്റപ്പ് ഖത്തറിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അത് ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിന്റെ കാര്യങ്ങൾ മൊത്തത്തിൽ ഒരു ബിസിനസ്സിന് ബന്ധപ്പെട്ട കാര്യങ്ങളും ബിസിനസ്സിന് ബന്ധപ്പെട്ട എല്ലാ കാര്യം ചെയ്യും. അപ്പൊ അതിലെന്തൊക്കെ ആവശ്യങ്ങളുണ്ട് എന്നുള്ള എന്തൊക്കെയുണ്ട്? സെറ്റപ്പ്, ബാങ്ക് അക്കൗണ്ട് ഓപ്പണിംഗ്, സ്പോൺസർ കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ സ്പോൺസർ അറേഞ്ച്മെന്റ് കാര്യങ്ങൾ, കമ്പനി ഉൾപ്പെട്ട എല്ലാ സാധനം ചെയ്തു കൊടുക്കും. ഇപ്പൊ അതിനെന്തൊരു ഓഫർ ഉണ്ടായിരുന്നു? ഓഫർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുമ്പ് എത്രയായിരുന്നു? നമ്മുടെ സർവീസ് ചാർജ് 4,500 നമ്മൾ മേടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ അത് നേരെ റെഡ്യൂസ് ചെയ്ത് 50% കൂടുതൽ റെഡ്യൂസ് ചെയ്തു. 1900. അത് എത്ര ടൈം വരെ ഉണ്ടാവും? വീഡിയോ ഏത് കാലത്തും ഉണ്ടാവുമല്ലോ. അത് പ്രേക്ഷകരോട് പറയാം. അത് നമ്മൾ 15 ദിവസം എന്നാണ് ഇപ്പൊ ഈ വീഡിയോ ഇറങ്ങുന്നതിന്റെ 15 ദിവസം കറക്റ്റ്. ഓക്കെ, അത് കസ്റ്റമേഴ്സിന്റെ ബേസിലായിരിക്കും. കസ്റ്റമേഴ്സ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ വീഡിയോ കണ്ടുവരുന്ന ആൾക്കാരാണ് ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കും ചെയ്യും. ഇനിയിപ്പോ 5 ദിവസം കഴിഞ്ഞാലും വീഡിയോ കണ്ടിട്ട് വരുന്ന ആളുകൾക്കും ഇവർ വേണ്ട രീതി പരിഗണിക്കുന്ന പറഞ്ഞത്. എല്ലാരും പറയുന്നുണ്ട് ഖത്തർ ഭയങ്കര ഡൗൺ ആണെന്നൊക്കെ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് ചെയ്യാൻ അറിയുന്ന ആർക്കും ഏത് സാഹചര്യത്തിലും ഒരു ബിസിനസ് ചെയ്യാന്നുള്ളതാണ്. ഖത്തർ ഇപ്പോഴും അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും. നമ്മൾ ഓൾമോസ്റ്റ്
ഈ മാസം കഴിഞ്ഞ മാസമൊക്കെ ആയിട്ട് ഓൾമോസ്റ്റ് 10-40 കമ്പനികൾ ഓൾറെഡി കമ്പനി ഫോർമേഷൻ ഫിനിഷ് ചെയ്തു പോയി. ഓക്കെ. അപ്പോൾ റാഹത്താണ് അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. എല്ലാവിധ കമ്പനികളും എല്ലാ സാധനങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് രൂപത്തിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പോ നമ്മുടെ സ്ഥാപനം എത്ര വർഷമായി? 8 വർഷമായി ടോട്ടലായിട്ട്. 8 വർഷമായി. മാഷാ അല്ലാ. എങ്ങനെയുണ്ട് സേവനം? നന്നായിട്ട് കൊടുക്കുന്നില്ലേ ഖത്തർ? കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നമ്മളെ കസ്റ്റമേഴ്സ് ഒക്കെ ഹാപ്പിയാണ്, ഹാപ്പി, സന്തോഷമായിട്ടുണ്ട്. കാണാൻ പറ്റി ഫൈസലിനെ കുറെ കാലം കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടില്, ഞങ്ങളെ സ്വന്തം നാടല്ല ഇത്, നമ്മൾ അതർ നാട്, നമ്മളെ ഖത്തർ കൺട്രി. ഖത്തർ കൺട്രി. ഓക്കെ.